അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. എന്നെ ചുറ്റുമ്പോൾ, സങ്കടമാകും ചെങ്കടൽ എന്നെ ചുറ്റുമ്പോൾ, തൃക്കരം എന്നെ താങ്ങുന്നേ, അക്കരെ എത്തിച്ചിടുന്നേ. 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 അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. ദ ജസ്റ്റ് മാൻ വോക്ക് ഇൻ ഹിസ് ഇന്റഗ്രിറ്റി. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ. ആമേൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാരണമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 7-ാം തിരുവചനം. The just man walk in his integrity, his children are blessed after him. പരമാർത്ഥതയിൽ നടക്കുന്നവൻ നീതിമാൻ, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒരു ഉപദേശമാണ് വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് അകന്നിരിപ്പിൻ. ഇൻ ഷോർട്ട്, വിശുദ്ധിയും വേർപാടും, അല്ലെങ്കിൽ രണ്ടും ഒന്ന് തന്നെ, അതിനെ അടിസ്ഥാനമാക്കിയുള്ള 7-ാമത്തെ തൂണാണ്. ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിനെ 7 തൂണ്. സഭയുടെ 7 അടിസ്ഥാന ഉപദേശമാണ് ഈ 7 തൂൺ. അതിൽ ഒരു തൂണാണ് വേർപാട്. കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട, വിളിച്ചു വേർതിരിക്കപ്പെട്ട കർത്താവിന്റെ മക്കളുടെ ഒരു പ്രത്യേകതയാണ് പരമാർത്ഥതയിൽ നടക്കുന്ന നീതിമാന്മാർ. അപ്രകാരം കർത്താവിൻ്റെ ആ വിളിയിൽ പരമാർത്ഥതയോടെ നടക്കുന്ന നീതിമാന്മാരുടെ തലമുറകൾക്ക് എന്താ സംഭവിക്കുക? അവരും അപ്രകാരം തന്നെ നടക്കും. അവന്റെ ശേഷം ആരുടെ ശേഷം? കർത്താവിൻ്റെ വിളിയിൽ പരമാർത്ഥതയോടെ നടക്കുന്ന വിശുദ്ധന്റെ തലമുറകൾ അപ്പന്റെ വഴി ഏറ്റെടുത്ത് അനുഗ്രഹത്തിന്റെ വഴിയിലൂടെ നടക്കും, പരമാർത്ഥതയുടെ വഴിയിലൂടെ നടക്കും. അതിനാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, സങ്കീർത്തനങ്ങൾ 112:2, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരെയുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. എബ്രഹാം അപ്പച്ചൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവായിരുന്നു. ആ എബ്രഹാം അപ്പച്ചൻ അനുഗ്രഹം പ്രാപിച്ച് ആ വഴിയിലൂടെ തൻ്റെ തലമുറകളും സഞ്ചരിക്കുകയാണ്. ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ കോടീശ്വരൻ എബ്രഹാം അപ്പച്ചനാ. ആ അപ്പച്ചൻ്റെ തലമുറ അനുഗ്രഹത്തോടെ വന്ന തലമുറയാണ്. അത് ഭൗതികമായാലും ആത്മീയപരമായാലും അനുഗ്രഹിക്കപ്പെട്ട പരമാർത്ഥതയിൽ നടക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. വചനത്തിൽ നാം ഒത്തിരി വിശുദ്ധന്മാരെ അപ്രകാരം കണ്ടുമുട്ടുന്നുണ്ട്. പരമാർത്ഥതയിൽ നടക്കുന്ന വിശുദ്ധന്റെ പ്രത്യേകത സങ്കീർത്തനങ്ങൾ 37:26 പറയുകയാണ്, അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്നു, അവന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുന്നു. വാങ്ങുന്നതിനേക്കാൾ അനുഗ്രഹമാണ് കൊടുക്കുന്നത്. സ്തോത്രം. അത് പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷത്തോടെ വേണം അപ്രകാരം ഒരു പ്രവൃത്തി വചനപ്രകാരം ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ വചനമനുസരിക്കുന്നവന്റെ തലമുറ
അനുഗ്രഹിക്കപ്പെട്ട് തന്നെ മുന്നോട്ട് പോകും. അതിലൊരു സംശയം വേണ്ട. സദൃശവാക്യം 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു, പാപിയുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു. അപ്പോൾ പരമാർത്ഥതയിൽ ജീവിച്ചുകൊണ്ട് വചനമനുസരിച്ച് മുന്നോട്ട് പോകുന്നവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. അവർ ലോകത്തിൽ വ്യത്യസ്തരായി എന്നും അനുഗ്രഹിക്കപ്പെട്ടവരായി തന്നെ നിൽക്കും. കാരണം ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു ജീവിതമാണ്. ആ അപ്പൻ്റെ ഗുണം മക്കൾക്കുണ്ടാകും. അപ്പൻ ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും സൂര്യന് ഉദിപ്പിക്കുകയും മഴ പെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പിതാവാണ്. ആ അപ്പൻ്റെ മക്കൾ അപ്രകാരം തന്നെയായിരിക്കും ജീവിക്കുന്നത്. യിരെമ്യാ പ്രവാചകൻ 32:39 പറയുന്നത്, അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏകമനസ്സും ഏകമാർഗവും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് തലമുറകളുടെ ഗൈഡൻസ് കൊടുക്കുന്നത്. വചനമനുസരിച്ചാൽ തീർച്ചയായിട്ടും നീതിമാന്റെ തലമുറകൾ നീതിബോധത്തോടെ ജീവിക്കും. സദൃശവാക്യം 14:2 പറയുകയാണ്, നേരായി നടക്കുന്നവൻ യഹോവാ ഭക്തൻ, നടപ്പിൽ വക്രതയുള്ളവനോ അവനെ നിന്ദിക്കുന്നു. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിന്ന് ഓടി അകലുവാനുള്ള വിളിയിൽ ലോകത്തിന് ചേർന്ന് ജീവിക്കുമ്പോൾ ലോകത്തിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വക്രതയും അനീതിപരമായ നടപടികളിൽ മക്കൾ വീണുപോകും. എന്നാൽ ഒഴുക്കിന് സമം തുഴയാൻ പോകരുത്. ഒഴുക്കിനെതിരെയുള്ളൊരു ജീവിതമാണ് നീതിമാന്റെ മക്കളുടെ ജീവിതം. നമ്മുടെ മക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:39 വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മാത്രമല്ല, ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും തലമുറയ്ക്കായി ദൈവം വച്ചിരിക്കുന്ന ഒരു സ്വർഗീയ സമ്മാനമാണ്. ഉൽപ്പത്തി പുസ്തകം 17:7 പറയാണ്, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എൻ്റെ നിയമത്തെ നിത്യനിയമമായി സ്ഥാപിക്കും. നീതിമാന്റെ വഴി അത് മറന്നുപോകുന്ന വഴിയല്ല. തലമുറയായി ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു വഴിയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33:15 പറയുന്നത്, നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ. അപ്പോൾ നീതിമാന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ്റെ തലമുറയും കൈക്കൂലി വാങ്ങില്ല, കൈക്കൂലിക്ക് കൂട്ടുനിൽക്കത്തില്ല. ഇന്ന് ഈ ലോകത്തിൽ എന്തും ഏതും നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുത്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈവൻ ആത്മീയ ഗോളത്തിലും കൈക്കൂലി കൊടുത്താൽ മാത്രമേ അനുഗ്രഹം കിട്ടുകയുള്ളൂ. ആ അവസ്ഥയായി. ദാനമായി ദൈവം തന്നത് ദാനമായി കൊടുക്കാനാണ് പരിശുദ്ധാത്മാവ് ദൈവം പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനവുമായി മനുഷ്യൻ്റെ പ്രവൃത്തി തെറ്റിച്ചു നോക്കുമ്പോൾ വക്രതയും കൂട്ടമുള്ള തലമുറയുടെ നടുവിൽ ഓടി അകലുകയല്ല, കാളവണ്ടിയിലാണ് യാത്ര. സങ്കീർത്തനങ്ങൾ 15:2 പറയുകയാണ്, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഇതൊരു വെല്ലുവിളിയാണ്. ഇതൊരു സ്പെഷ്യൽ തെരഞ്ഞെടുപ്പാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളുടെ ഒരു ട്രേഡ് മാർക്കാണ് നീതിയോടെ ജീവിക്കുക, നീതിയോടെ പ്രവർത്തിക്കുക. ഇന്ന് വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ദൈവം വ്യക്തമായി നമ്മളോട് സംസാരിച്ചു. നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവവചനം സംസാരിച്ചത് നമ്മളോട് വ്യക്തിപരമായിട്ടാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് വചനത്തിലൂടെയാണ്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകളും പ്രവൃത്തികളും അനീതിപരമായിട്ടുള്ള ഒരു കാൽവെപ്പും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ആ കുറവുകൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് നിരപ്പ് പ്രാപിച്ച് കർത്താവ് കാണിച്ചെഴുന്ന വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ,
നീതിമാന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, നീതിയുടെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം. വചനം കേട്ട് വഞ്ചിക്കപ്പെടാതെ അത് ഏറ്റെടുത്ത് ഒരു പടി കൂടി കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളായി തന്നെ ജീവിക്കുവാൻ, വക്രതയും കോട്ടവുമുള്ള തലമുറയിലെ നടുവിൽ നിന്ന് ഓടി അകലുവാൻ എന്ന് വചനത്തിലൂടെ ഞങ്ങളെ പ്രബോധിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധിയും വേർപാടും അനുഷ്ഠിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ഹല്ലേലൂയ കൂട്ടായ്മകളായി തന്നെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളുടെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ തോട്ടങ്ങളെയും വയലുകളെയും ഓഫീസുകളെയും ബിസിനസ്സിനെയും ഒക്കെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ, മക്കളെ, ബന്ധുമിത്രാദികളെ എല്ലാം ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ നീതിബോധത്തോടെ ജീവിക്കുവാൻ, നീതിമാന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന തലമുറകളായി തന്നെ ജീവിക്കുവാൻ ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവിടെ സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ മക്കൾ പരീക്ഷയ്ക്ക് തയ്യാറാകുകയാണ്. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ പരീക്ഷയെക്കുറിച്ചുള്ള ഭയം വിട്ടുമാറട്ടെ. സകല സാംക്രമിക രോഗങ്ങൾ മക്കളെ പിടിപ്പിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നരക്കുവോളം ചുമക്കുന്ന ദൈവമേ, പൂർണ്ണ സൗഖ്യവും ബലവും അവർക്ക് അവിടുന്ന് നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവമിറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. ഇപ്പോൾ തന്നെ സൗഖ്യം നേടും നീ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗക്കിടക്ക മടക്കിയെടുത്ത്, ചാപക്കിടക്ക ചുരുട്ടിയെടുത്ത് ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, പൂവടയാളങ്ങൾ തോന്നിട്ടില്ല. അന്ധന്മാർ കാണുന്നു, ചകിടന്മാർ കേൾക്കുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. ഇന്നേ വരെയും ലോകത്തിൽ കേട്ടുകേൾവിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താഴ്ന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ.